അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സഫർ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ അർത്ഥമാണ്. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖുത്ബയിൽ ഇമാം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പല പള്ളികളിലും പണ്ടുകാലം മുതലേ നുബാത്തിയ ഖുത്ബയായിരുന്നു നിലവിലുണ്ടായിരുന്നതെങ്കിലും ഇപ്പം ചിലയിടത്തൊക്കെ അത് മാറ്റിയത് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇമാംമാർ സ്വന്തമായി എഴുതിക്കൊണ്ടുവരുന്ന ഖുത്ബയും മറ്റ് ചില പള്ളികളിൽ പല ഇമാംമാരും ഓതിയ ഖുത്ബകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ നുബാത്തിയ ഖുത്ബ ഓതുന്നത് തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ ബഹുഭൂരിഭാഗം പള്ളികളും എന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. വൻ പാപങ്ങൾ പൊറുക്കുന്ന, ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന, സുശക്തമായ സഹായം നൽകാൻ കഴിയുന്ന, ഭദ്രമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. പങ്കുകാരനില്ലാത്ത ഏകനായ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയും പ്രവാചകനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നക്ഷത്രങ്ങളുടെ ഉദയവും അസ്തമയവും നടക്കുന്ന കാലത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ. ഹേ ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുന്ന ഹൃദയം നഷ്ടപ്പെടുന്നവൻ്റെ നാശം എത്ര ഭയങ്കരമാണ്. കരയുന്ന കണ്ണ് നഷ്ടപ്പെട്ടവനിലേക്ക് ശിക്ഷ കടന്നു വരുന്നത് എത്ര പെട്ടെന്നാണ്. ദോഷിയായിക്കൊണ്ട് അവസാന നാളിനെ സമീപിച്ചവൻ്റെ ഖേദം എത്ര കഠിനമാണ്. പരിധി വിട്ട് അക്രമം പ്രവർത്തിച്ചവൻ്റെ ദുഃഖം എത്ര അധികമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇച്ഛ ആധിപത്യം നേടിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സുകളിൽ കൊതി അധികാരം സ്ഥാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളാൽ ഉദ്ദേശിക്കപ്പെട്ടതിനെ കുറിച്ച് അശ്രദ്ധരാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിനെതിരിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ ഉറപ്പിച്ച ഒന്നിനെ, അതായത് മരണത്തെക്കുറിച്ച് വിവരമില്ലാത്തവരായ പോലെ നിലകൊള്ളുന്നു. അടുത്തു തന്നെ നിങ്ങൾ ഭൂമിയിൽ നിന്നും യാത്ര തിരിക്കുന്നവരാണ്. ഉപദേശം നിങ്ങളിലെ രോഗിയെ, ദോഷിയെ സുഖപ്പെടുത്തുന്നില്ല. മുന്നറിയിപ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വഴി കാണിക്കുന്നില്ല. നിങ്ങളുടെ പിറകിൽ ഭാരമേറിയ ഒരു ദിവസമുണ്ടെന്നും നിങ്ങളുടെ മുമ്പിൽ മരണമാകുന്ന ഒരു വൻ സംഭവമുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എത്തിക്കൽ അനിവാര്യമായ ലക്ഷ്യത്തെ, പാരത്രികമായ മോക്ഷത്തെക്കുറിച്ചുള്ള അശ്രദ്ധ എത്ര അത്ഭുതകരമാണ്. രക്ഷയാൽ വഞ്ചിക്കപ്പെട്ട് നാശം ഉറപ്പായവനുള്ള അനുഗ്രഹം എത്ര വിദൂരമാണ്. ചെവി കേൾക്കുന്നില്ലയോ? ഹൃദയം ഭയപ്പെടുന്നില്ലയോ? കണ്ണ് കരയുന്നില്ലയോ? അള്ളാഹുവിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവൻ ഭയപ്പെടുന്നില്ല എന്നോ? ഖേദിച്ച് കുറ്റത്തിൽ നിന്നും ഒഴിവാകുന്നവൻ അറിയില്ലയോ? ആരാധനയിൽ അത്യുത്സാഹം കാണിക്കുന്നവൻ ഇല്ലയോ? സ്വന്തം ശരീരത്തോട് അനുഗ്രഹം ചൊരിയുന്നവനില്ലയോ? ഖബറിനെ സ്മരിക്കുന്നവനില്ലയോ? മഹ്ശറ ദിനത്തിൻ്റെ വിഷമത്തെ ഭയപ്പെടുന്നവനില്ലയോ? നിങ്ങൾ ഭൗതിക ലോകത്ത് സ്ഥിര താമസക്കാരാണെന്ന് ധരിക്കുന്നുണ്ടോ? അന്ത്യനാൾ വരെ എഴുന്നേൽപ്പിക്കപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക്, ഖബറിലേക്ക് നിങ്ങൾ വരുന്നവരാണ്. മരണം വരുന്നതിന് മുമ്പ്, രക്ഷയില്ലാതാവുന്നതിന് മുമ്പ്, മലക്കുകൾ ഇറങ്ങുന്നതിന് മുമ്പ്, മരണം എത്തിപ്പെടുന്നതിന് മുമ്പ്, ആത്മാവ് പോകുന്നതിന് മുമ്പ്, ഒഴിവ് പറയൽ സ്വീകരിക്കപ്പെടാത്തതിന് മുമ്പ്, കണ്ണുകൾ തള്ളുന്നതിന് മുമ്പ്, ഹൃദയം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ്, നിശ്ചലമായി മാറുന്നതിന് മുമ്പ് നീ കാര്യം മനസ്സിലാക്കണം.
തൻ്റെ ബന്ധത്തിൽ നിന്നും ഒരാൾക്കും മോചനമില്ല. അവിടെ വെച്ച് കണ്ണുകൾ പ്രകാശിക്കും, ഭയം യാഥാർത്ഥ്യമാകും, മരണം സംഭവിക്കും. രക്ഷാസങ്കേതം എവിടെ? മനുഷ്യൻ ചോദിക്കും. അന്ത്യസമയം വിപത്തുകൾ നിറഞ്ഞതും കൈപ്പുറ്റതുമാകുന്നു. അതൊരു ഊത്ത് മാത്രമായിരിക്കും. അപ്പോഴേക്കും ജനങ്ങൾ മഹ്ശറയിൽ എത്തിയിരിക്കും. മുട്ടുകൾ കുത്തിയവരായി, ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട വഷളായ കാര്യങ്ങളാൽ കരയുന്നവരായി. അവരെ കൊണ്ട് ഭൂമി വിറക്കും, തീപ്പരികൾ കൊണ്ട് അവരെ എറിയും. സൃഷ്ടികൾ യജമാനന്റെ മുമ്പിൽ വെളിവാക്കപ്പെടും. രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ വിചാരണയ്ക്ക് വിധേയമാകും. മുൻ ജീവിതത്തിൽ സമ്പാദിച്ചവയെക്കുറിച്ച് അവരോട് പറയപ്പെടും. ഒരുപക്ഷെ സ്വർഗത്തിലേക്ക്, ഒരുപക്ഷെ നരകത്തിലേക്ക്. നാശഭവനത്തിൽ നിന്നും അള്ളാഹു നമ്മെ അകറ്റുമാറാകട്ടെ. സ്ഥിരഭവനമായ സ്വർഗത്തിൽ നമ്മെ പ്രവേശിക്കുമാറാകട്ടെ. ഏകനും നിരാശ്രയനും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുന്നതാകുന്നു. നിങ്ങളുടെ കർമ്മങ്ങളുടെ കൂലികൾ അന്ത്യദിനത്തിൽ പൂർണ്ണമായും വീട്ടപ്പെടുകയുള്ളൂ. ഏതൊരുവൻ നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നുവോ നിശ്ചയം അവൻ വിജയിച്ചു. ലോക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്ത് ആൽ ഇംറാനിലെ 185 ഈ വചനത്തോടു കൂടെയാണ് ഈ ഖുതുബ അവസാനിക്കുന്നത്. അള്ളാഹു ഖുതുബയുടെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.